ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷിബയും പമ്പ് എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾട്ട് കോയിൻസിൽ ചില പ്രോജക്റ്റ് നല്ല രീതിയിൽ ഹൈയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന പുതിയ ഹൈ എന്ന രീതിയിലോട്ട് 80,000 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഏകദേശം 79,500, ചില എക്സ്ചേഞ്ചിൽ 79,700 റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. 80,000 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 80,000 കഴിഞ്ഞിട്ടായിരിക്കും ആൾട്ട് സീസണിനെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. കാരണം 85,000, 90,000 ഈ ഒരു റേഞ്ച് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വരുന്ന ടൈം മിക്ക ആൾട്ട് കോയിൻസും പ്രൈസ് നല്ല രീതിയിൽ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഒരു 80,000 കഴിയുമ്പോൾ തന്നെ ട്രെൻഡ് ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നതായിരിക്കും. ഒരു 85,000, 90,000 നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വരുന്ന ടൈം എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന പല ആൾട്ട് കോയിൻസിലും പ്രൈസ് നല്ല രീതിയിൽ വേരിയേഷൻ വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ അല്ല, നാളെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അതായത് ഇന്ന് ഇന്ത്യൻ സമയം രാത്രിക്ക് ശേഷമായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. എന്നാൽ നമ്മുടെ അമേരിക്കൻ മാർക്കറ്റ് നാളെ ഇന്ത്യൻ ടൈം ഒരു 3 മണിക്ക് ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അതനുസരിച്ച് നല്ല രീതിയിൽ വോളിയം വരുന്നതായിരിക്കും. അങ്ങനെ വരുന്ന സമയത്തെന്ന് പറയുന്നത് നമ്മുടെ ബിറ്റ്കോയിൻ ആവട്ടെ, അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് ആവട്ടെ, നല്ല രീതിയിൽ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ നാളെ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഡൗൺ എന്ന രീതിയിലോട്ട് ക്രാഷിലോട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഇനി ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വസീറസ് ടോക്കൺ ഏകദേശം 0.13 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.10 എന്ന ടൈം നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. എതീരിയം കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോളിയം അത്ര രീതി മാറിയിട്ടില്ല. പക്ഷേ ഇന്നലെ അതിന് മുമ്പുള്ള ദിവസം എന്ന് പറയുന്ന വോളിയം നല്ല രീതി എതീരിയത്തിൻ്റെ അകത്തും BNB-ക്കകത്തും വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം BNB-ക്കകത്തും എതീരിയത്തിൻ്റെ അകത്തും വോളിയം നല്ല രീതിയിൽ തന്നെ വേരിയേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ അകത്ത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്കാൽപ്പാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ എത്രയാണോ അതനുസരിച്ച് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക. ചിലർ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ചെയ്യുന്നവർ, ചിലർ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് നീക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ചേഞ്ച് ആക്കിക്കൊണ്ടേയിരിക്കും. അത് ചെയ്യരുത്. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എത്രയാണോ അത് തന്നെ വെച്ചിരിക്കുക. അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ചേഞ്ച് ആവാനും ഇമോഷൻ ചേഞ്ച് ആവാനും മൊത്തത്തിൽ ലോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഇനി അടുത്ത് നമ്മുടെ സൊളാന എന്ന് പറയുന്നത് ഏകദേശം 205 ആണ്. ഏറ്റവും ടോപ്പ് എന്ന ഹൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. CET അത്ര വലിയ വേരിയേഷൻ വന്നിട്ടില്ല. CET നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ XRP-ക്കകത്തും കാർഡിനോയ്ക്കകത്തും ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ XRP-യേക്കാളും കൂടുതൽ ട്രെൻഡ് ചേഞ്ച് ആയിട്ടുള്ളത് നമ്മുടെ കാർഡിനോയ്ക്കകത്താണ്. കാർഡിനോയ്ക്ക് ഏകദേശം 0.30 ഞാൻ വീണ്ടും വന്ന് ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. കാർഡിനോ ഏകദേശം 0.60 വരെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 90% മുകളിൽ പലർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 0.30, 0.33, 0.35 ഞാൻ പലതവണ ബൈ എടുക്കാൻ വേണ്ടി കാർഡിനോ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ട്രെൻഡ് ചേഞ്ച് ആയപ്പോൾ ആദ്യം ചേഞ്ച് ആയി പോയത് കാർഡിനോ ആണ്. കാർഡിനോ പെട്ടെന്ന് ട്രെൻഡ് ചേഞ്ച് ആയി പോയി. അതുകൊണ്ടാണ് ഞാൻ പലതവണ പറയുന്നത് നല്ല പ്രോജക്റ്റാണ്. ₹1.50 വരെ INR പണ്ട് ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞ പ്രോജക്റ്റാണ് കാർഡിനോ. അതിനുശേഷം കാർഡിനോ എനിക്ക് തോന്നുന്നു ഡോഗി കാർഡിനോ ഏറ്റവും കൂടുതൽ റിട്ടേൺ പലർക്കും പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടിയ പ്രോജക്റ്റാണ് കാർഡിനോ എന്ന് പറയുന്ന പ്രോജക്റ്റ്. അതുപോലെ തന്നെ ഡോഗി എന്ന് പറയുന്ന പ്രോജക്റ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വീണ്ടും ഹോൾഡ് ചെയ്യാവുന്നതാണ്. കാർഡിനോ ടെലിഗ്രാമിൻ്റെ അകത്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത്ര പ്രൈസ് റേഞ്ചിനിടയിൽ ബൈ ചെയ്തിട്ടുള്ളവർ പോൾ അനുസരിച്ച് അതിൽ കൂടുതൽ പേര് എനിക്ക് തോന്നുന്നു ബൈ ചെയ്തിട്ടില്ല. കുറച്ച് പേർ മാത്രമാണ് ആ പോളിൽ പങ്കെടുത്തത്. അവർ ബൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് നല്ല പ്രോഫിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് തന്നെയാണ്. 90% മുകളിൽ പ്രോഫിറ്റ് തന്നെയാണ്. ഇനി വെർജ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. 0.0030 വന്ന ടൈം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ബൈ ചെയ്ത് വേണമെങ്കിൽ ലോങ് ടൈം വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ട്രെൻഡ് ചേഞ്ച് ആവാൻ സാധ്യത കൂടുതലുള്ള പ്രോജക്റ്റാണ് വെർജ് എന്ന് പറയുന്നത്. വെർജ് ഇതിനു മുമ്പേ പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് തരുന്ന പ്രോജക്റ്റാണ് വെർജ്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ക്രാഷ് ആയ ടൈമാണ് ഞാൻ പറഞ്ഞത്. 0.003 നിങ്ങൾക്ക് വെർജ് ആണെങ്കിൽ വീണ്ടും വന്ന് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മുടെ ഷിബ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ട്രെൻഡ് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പ് ട്രെൻഡ് എന്ന രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പമ്പാണോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്ര വലിയ രീതിയിലോട്ട് ട്രെൻഡ് ചേഞ്ച് ആയിട്ടില്ല. പക്ഷേ ഇന്ന് അടുത്ത ദിവസം, അതായത് ഇന്ന് ഞായർ ഇന്ത്യൻ ടൈം, അതുപോലെ തന്നെ മൺഡേ, ഓക്കെ, ഈ 2 ദിവസത്തിനകം വേണമെങ്കിൽ നമ്മുടെ ഷിബയ്ക്കകത്ത് നല്ല രീതിയിൽ വ്യത്യാസം വേണമെങ്കിൽ വരാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ.
ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഷിബയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വീണ്ടും 1200 വരുന്നതായിരിക്കും. ഇപ്പോഴത്തെ പ്രൈസ് USDT മാർക്കറ്റിൽ 2200, 2300 ആ ഒരു റേഞ്ചാണ് നിൽക്കുന്നത്. വീണ്ടും 1200 വരുന്നതായിരിക്കും. 1200 റേഞ്ചിലോട്ട് വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം വീണ്ടും 80%, 90% ഷിബ നേരത്തെ ബൈ ചെയ്തിട്ടുള്ളവർക്ക് പ്രോഫിറ്റ് തന്നെയാണ്. ഞാൻ അന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്, 1 കോടി ക്വാണ്ടിറ്റി ഷിബയെങ്കിലും നിങ്ങൾ ലോങ് ടൈമിന് വേണ്ടിയിട്ട് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. പലപ്പോഴും പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ബൈ ചെയ്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫണ്ട്, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ഇഷ്ടം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷനൊക്കെ അനുസരിച്ച് താല്പര്യമുള്ളവർക്ക് സെല്ല് ചെയ്യാം, ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണോ അതനുസരിച്ച് മാത്രം ചെയ്യുക. കാരണം ഓരോരുത്തർക്കും ഓരോ സാഹചര്യമായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് ഒരു 100% പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രം മതി. ചിലർക്കാണെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺ വേണം. ചിലർക്ക് പെട്ടെന്ന് സെല്ല് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻ എന്താണോ, നിങ്ങളുടെ ഒരു സാഹചര്യം എന്താണോ, നിങ്ങളുടെ ക്യാപിറ്റൽ എന്താണോ അതനുസരിച്ച് മാത്രം ചെയ്യുക. പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രം, എപ്പോഴും റിസ്ക് റിവാർഡ് റേഷ്യോ കീപ്പ് ചെയ്യുക. കാരണം ബെസ്റ്റ് പ്രോജക്റ്റ് ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിൽ മാത്രം കീപ്പ് ചെയ്ത് ബൈ ചെയ്ത് ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഇനി അടുത്ത് മറ്റുള്ള പ്രോജക്റ്റ് ഒന്നും അത്ര വലിയ രീതിയിലോട്ട് ഹൈ ആയിട്ടില്ല. നമ്മുടെ സിലിക്കയൊക്കെ ട്രെൻഡ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആയി വരുന്നത് മാത്രമേ ഉള്ളൂ. MXC ടോക്കൺ എന്ന് പറയുന്നത് അതേ റേഞ്ച് തന്നെയാണ്. MXC നമുക്ക് നേരത്തെ നല്ല രീതിയിൽ ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ്. അതിനുശേഷം ഡൗൺ എന്ന രീതിയിലോട്ട് ഇപ്പോൾ ഒന്ന് അപ്പ് എന്ന രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു സെൽ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. MXC ടോക്കൺ എന്ന് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. അയോട്ട 0.10, 0.11 വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പ്രോഫിറ്റ് എന്ന പ്രോജക്റ്റാണ് അയോട്ട എന്ന് പറയുന്നത്. 0.14, 0.13 USD റേഞ്ചിലൊക്കെ ഞാൻ പലതവണ പറഞ്ഞതാണ്. അയോട്ട വന്നിട്ട് ലോങ് ടൈം വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന്. 0.40 പലർക്കും പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ചിലർ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡൗൺ ആയിട്ട് വീണ്ടും 0.1011 വന്നിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്തിട്ടുള്ളവർക്ക് ഏകദേശം വീണ്ടും ഹൈയിലോട്ട് പോകുന്ന ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് ഫയൽ ടോക്കണൊക്കെ അത്ര വലിയ രീതിയിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ $3.5 പറഞ്ഞതാണ്. $3 വന്ന ടൈം പറഞ്ഞതാണ്. ഫയൽ ടോക്കണൊക്കെ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്ന്. അതുപോലെ തന്നെ യുനിസാപ്പിൻ്റെ യുനി ടോക്കണും ഏകദേശം $5 വന്ന ടൈം പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. കണ്ടോ, അതിപ്പോൾ ഏകദേശം 90% മുകളിലാണ് നിൽക്കുന്നത് യുനിസാപ്പിൻ്റെ യുനി ടോക്കൺ. മിക്ക പ്രോജക്റ്റും വീണ്ടും 90%, ആവറേജ് 80% തന്നെയാണ് അപ്പായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇനി ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് ഡോഗി എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ 0.06 തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. 0.06 നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രൈസ് ഉണ്ടോ 0.23, 0.22 റേഞ്ചാണ് നിൽക്കുന്നത്. ഓക്കെ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഡോഗി. 1 USD വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെലിഗ്രാമിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സെൽ ടാർഗറ്റ് പേഴ്സണലായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന ഡോഗിയുടെ സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 1 USD ആണ്. ഇനി പകുതി ഡോളർ എത്തുന്ന ടൈം, 0.50 USD എത്തുന്ന ടൈം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സെല്ല് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു ലോങ് വിഷൻ എന്ന രീതിയിൽ ഡോഗി എന്ന് പറയുന്ന പ്രോജക്റ്റിന് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരാതിരിക്കുകയാണ്. ഇതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഡോഗിയുടെ ഭാഗത്തു നിന്ന്, ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് 1 USD റേഞ്ച് വരെ ഡോഗി പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് EOS എന്ന് പറയുന്നത് 0.40 ആണ്. 0.40 എനിക്ക് തോന്നുന്നു കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ പ്രോജക്റ്റാണ്. EOS എന്ന് പറയുന്ന പ്രോജക്റ്റ് നല്ല പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് 3 USDക്ക് മുകളിൽ വരെ സെല്ല് ഈസി ആയിട്ട് കിട്ടുമെന്ന് പറയുന്ന പ്രോജക്റ്റാണ് EOS എന്ന് പറഞ്ഞ് പലതവണ വീഡിയോ ചെയ്തു തന്ന പ്രോജക്റ്റാണ്. നോക്കുക, ട്രെൻഡ് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹൈ ആയിട്ടില്ല, പക്ഷേ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ട്രോൺ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും താമസിച്ച് പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ്. 100% മുകളിൽ ട്രോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം ഇപ്പോൾ 0.16 ആണ്. നേരത്തെ 0.17 പോയിട്ട് 16 ആണ്. ഏകദേശം ട്രോൺ 1 USD പോകും എന്ന് പറഞ്ഞ് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പലർക്കും അത്രയൊന്നും പോവില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ട്രോൺ 1 USD പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രോൺ ഇപ്പോഴത്തെ ടീം എന്ന രീതിയിലും ഇപ്പോഴത്തെ പ്രോജക്റ്റ് എന്ന രീതിയിലും സ്മൂത്തായിട്ട് ഇതേ ഒരു കണ്ടീഷനിലാണ് പോകുന്നതെങ്കിൽ ട്രോൺ ബുൾ മാർക്കറ്റിലൊക്കെ 1 USD ഈസി ആയിട്ട് ടച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. XRP പണ്ട് എനിക്ക് തോന്നുന്നു 4 രൂപ 5 രൂപ ഉണ്ടായിരുന്ന XRP ആണ്. ഓക്കെ, 4 രൂപ INR 5 രൂപ ഉണ്ടായിരുന്ന XRP ഞാൻ പലയിടത്തും ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം XRP എത്ര വരെ ഹൈയിൽ പോയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡോഗിയൊക്കെ ഏകദേശം 1 പൈസ 2 പൈസ 3 പൈസ റേഞ്ചിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഡോഗിയുടെ പ്രൈസ് നോക്കുക. ഇതിനു മുമ്പേ ഡോഗി എത്രമാത്രം പ്രൈസ് പോയിട്ടുണ്ടെന്ന് നോക്കുക. അതുകൊണ്ട് ക്രിപ്റ്റോ എന്ന് പറയുന്നത് നിങ്ങൾ ലോങ് ടൈമിന് നല്ല പ്രോജക്റ്റ് നല്ല പ്രൈസ് റേഞ്ചിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് മാർക്കറ്റ് കണ്ടീഷൻ നമ്മുടെ ഗോൾഡിൻ്റെ ഓപ്പൺ ആവുന്ന അനുസരിച്ചിട്ടായിരിക്കും അടുത്തൊരു റേഞ്ചിലോട്ട് പോകുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ലോങ് ടൈം ഹോൾഡ് ചെയ്യുക. ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ സെല്ല് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് സ്റ്റാർട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക.